ആദ്യമായി തന്നെ നമ്മുടെ നേരത്തെ അജിത് ഭായ് പറഞ്ഞ പോലെ തന്നെ 5 എക്സ്ചേഞ്ചുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടയർ 3യിൽ നിന്ന് ടയർ 2ലേക്കുള്ള എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റ് ആയി കഴിഞ്ഞതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ടയർ 1 എക്സ്ചേഞ്ചുകളാണ്. നമ്മുടെ ബിനാൻസിലേക്ക് ലിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ അതിലേക്കുള്ള ടൈം ദൂരവും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെയാണ് നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവായിട്ട് കൂടെ നിന്നിരുന്നത്. അടുത്തതായിട്ടുള്ള അപ്കമിങ് പ്രോജക്റ്റുകളാണ് ലൈക്ക് ട്രസ്റ്റ് വാലറ്റിലെ സ്വാപ്പിങ്ങിന്റെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ തന്നെ അപെക്സ് ടോക്കണും ഡോളറും മാറ്റി മേടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ സെല് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ടാവുന്നതായിരിക്കും. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർട്ടൻ ഈ പറഞ്ഞ പോലെ ചില പ്രൊസീജിയേഴ്സിന്റെ ഒരു കാലതാമസം, നമ്മൾ ഉദ്ദേശിക്കുന്ന പല സമയങ്ങൾക്കും വരുന്ന ഒരു കാലതാമസം എന്ന് പറയുന്നത് തന്നെ ചില ലീഗൽ പ്രൊസീഡിങ്സും ഇതിന്റെ പ്രൊസീജിയേഴ്സും ഒക്കെ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതുവരെയും നമ്മൾ ആഗ്രഹിച്ച പോലെയും നമുക്ക് ഓരോ എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റ് ചെയ്യാനാണെങ്കിലും പല സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാനാണെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നാലെ നമുക്ക് കുക്കോയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മേ ബി ലോകത്തെ 2ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് കുക്കോയിൻ. ആ കുക്കോയിനിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ ദിവസങ്ങൾ വളരെ അടുത്തിരിക്കുകയാണ്. എക്സ്ചേഞ്ച് തന്നെ ഒഫീഷ്യലി നമ്മുടെ ടോക്കണിന്റെ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മേ ബി ഈ ഡിസംബർ മാസം അവസാനത്തോടു കൂടി തന്നെ കുക്കോയിനിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മുടെ അപെക്സിന്റെ ടീം എല്ലാവരും ഉണ്ട്. അതുപോലെ അത് നടക്കട്ടെ. എല്ലാവരുടെയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും സപ്പോർട്ട് അതേപോലെ തന്നെ ഇനിയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുന്നു. പിന്നീട് തായ്ലാൻഡിലേക്കുള്ള ട്രിപ്പ് പോയിരിക്കുകയാണ്. ഓൾറെഡി എനിക്ക് തോന്നുന്നു 3 ബാച്ച് പോയി കഴിഞ്ഞു. 3ാമത്തെ ബാച്ച് നാളെ എങ്ങാണ്ടാണ് റിട്ടേൺ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അടുത്തായി ഒരു ബാച്ചും കൂടെ പോകാനുണ്ട്. 4 ബാച്ചായിട്ടാണ് പോകുന്നത്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പോകുന്നതായിരിക്കും. അപ്പൊ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും 4 ബാച്ചായിട്ട് പോകുന്നതുകൊണ്ട് എൻ്റെ ഒരു സമയപരിമിതി കൊണ്ട് എനിക്ക് എത്താൻ സാധിച്ചില്ല. ഏതെങ്കിലും ഒരു ബാച്ചിനെ കാണാതെ ഇരിക്കുന്നത് ശരിയല്ലോ എന്നുള്ളതുകൊണ്ട് കൂടെയാണ് ഞാൻ ആ ഒരു പ്ലാനിൽ നിന്ന് മാറിയത്. സ്വാഭാവികമായിട്ടും നമുക്ക് മലേഷ്യയിലേക്കുള്ള ഒരു ഇതുണ്ട്. മേ ബി അടുത്ത മാസം ലാസ്റ്റോട് കൂടിയോ ഫെബ്രുവരി 1 കൂടിയോ ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തതാണ് ഈ മലേഷ്യയിലേക്കുള്ള ട്രിപ്പ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമുക്ക് നമ്മുടെ വേർഡെല്ലാം കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ മലേഷ്യയിലേക്കുള്ള ട്രിപ്പിന്റെ കൂടെ സ്വാഭാവികമായിട്ടും അതിനകത്ത് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കാനും എല്ലാവരും അച്ചീവ് ചെയ്ത നമ്മുടെ എല്ലാ ലീഡേഴ്സും ആ ഒരു ഗ്രൂപ്പിനകത്തേക്ക് ഇൻവോൾവ് ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. എല്ലാവരും ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നീടായിട്ട് ഉള്ളത് അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസൂരിൻ്റെത് മേ ബി ജനുവരി ആയിരിക്കണം. മൈസൂരിന്റെ പ്ലാനും കാര്യങ്ങളും ഓൾറെഡി അച്ചീവിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മൈസൂരിന്റെ പ്ലാനിങ്ങും എത്രയും പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ മൈസൂരിലേക്ക് മിനിമം ഒരു 500 മെമ്പേഴ്സ് എങ്കിലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ആദ്യം വരുന്ന ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നാണ്. ആദ്യം ഉണ്ടാകാവുന്ന അച്ചീവ് ചെയ്യുന്ന 500 പേരിലെ നമ്മൾ അധികം ഉണ്ടാവുന്ന 500 പേരെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ആ അച്ചീവേഴ്സിനെ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും മൈസൂരിലേക്ക്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഫേസ് 2ന്റെ റെഫറൽ പ്രോഗ്രാം ഇന്ന് ഉച്ചയ്ക്ക് തൊട്ട് ലോഞ്ച് ആയിട്ടുണ്ട്. ഇന്ത്യൻ ടൈം എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി ഒരു 1 o'clock 1 o'clock തൊട്ട് നമ്മുടെ ഫേസ് 2ലെ റെഫറൽ പ്രോഗ്രാം ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ റെഫറൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റഡ് എമൗണ്ടിന്റെ ROIയുടെ 1% ആണ് റെഫറൽ പെർസെൻറ്റേജ്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പുകളിലെല്ലാം വരുന്നതായിരിക്കും. അങ്ങനെ ആ പെർസെൻറ്റേജിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിലവിൽ ഫേസ് 1 ഫേസ് 2 എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ നമ്മുടെ ഫേസ് 2നെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടും ഫേസ് 1ലേക്കുള്ള നമ്മുടെ നിലവിലുള്ള പ്ലാൻ 225 ദിവസത്തെ പ്ലാനാണ്. ഇതുവരെയും 365 ദിവസത്തെ പ്ലാൻ ആയിരുന്നു. ഈ 365 ദിവസത്തെ പ്ലാനിലുള്ള നിലവിൽ പ്ലാനിലുള്ള ആൾക്കാർക്കെല്ലാം ആ പ്ലാന്റെ ഭാഗമായിരിക്കും. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന, അതായത് പുതിയതായി പ്ലാൻ എടുക്കുന്ന ആൾക്കാരുടെ 225 ദിവസം എന്നുള്ളത് 365 ഡേയ്സിലേക്ക് കൺവേർട്ട് ആവുന്നത് ഫേസ് 2ൽ മിനിമം 50 അപെക്സ് ടോക്കണെങ്കിലും ബേൺ ചെയ്യുന്നവർക്കാണ് 365 ഡേയ്സിലേക്ക് അത് കൺവേർട്ട് ആവും. അതായത് 225 ഡേയ്സിന്റെ പ്ലാന് 365 ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അത് ഫേസ് 2ൽ
മിനിമം 50 അപ്പെക്സ് ടോക്കണെങ്കിലും ബേൺ ചെയ്ത് തരണം. 50 അപ്പെക്സ് ടോക്കണെങ്കിലും ബേൺ ചെയ്യുന്നവർക്കാണ് ഈ 225 ദിവസത്തെ പ്ലാൻ എന്നുള്ളത് 365 ദിവസത്തിലേക്ക് കൺവേർട്ട് ആവുക. സോ നമ്മളുടെ ഇതുവരെയുള്ള പ്ലാൻ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു കാൽക്കുലേറ്റഡ് ഇത് പ്രകാരം എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകും. ഫിനാൻസിലേക്കുള്ള നമ്മുടെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെരി ഗുഡ് സാർ. താങ്ക് യു. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ സാർ തന്നു കഴിഞ്ഞു. അദ്ദേഹം നല്ല തിരക്കുള്ള സമയത്തിനിടയിൽ നമുക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തത് അത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നല്ലൊരു ഡിജിറ്റൽ ക്ലാപ്പ് സാറിന് വേണ്ടി കൊടുക്കുക. തീർച്ചയായിട്ടും എന്നും നമുക്കറിയാം എല്ലാ ആളുകളും സാറിന്റെ ആയുസ്സിന് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗം തന്നെയാണ് സാറും സാറിന്റെ ഫാമിലിയൊക്കെ. അപ്പോൾ വളരെയധികം വാല്യുബിൾ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻ സാർ തന്നു. അപ്പോൾ നമുക്കറിയാം നമുക്കൊരു വിഷനും മിഷനും ഒക്കെ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഈ അബ്ജിത് സാർ നമുക്ക് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ വളരെയധികം ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ഓരോ സെക്കൻഡും അദ്ദേഹം ചെലവാക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് മാക്സിമം റെഫറലുകൾ നമുക്കറിയാം. ബിനാൻസ് എന്നുള്ളൊരു എക്സ്ചേഞ്ചിലേക്ക് എത്തണമെങ്കിൽ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം 1.5 ലക്ഷത്തോളം കമ്മ്യൂണിറ്റി വേണമെന്നാണ്. തീർച്ചയായിട്ടും അത് വളരെ സിമ്പിളാണ്. നാസർക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ $50 റെഫറൽ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റി കൂട്ടാം. ഇപ്പൊ നമുക്കറിയാം ഇനി ഫേസ് 2 എന്നുള്ളത് വലിയൊരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. കാരണം മാർക്കറ്റിൽ അല്ലെങ്കിൽ ROI സിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷം അല്ലെങ്കിൽ $1,100 ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഡോളർ കിട്ടും എന്നുള്ള ആൾ പാനിക് ആകുന്ന കൊടുത്തത്. ഫേസ് 2 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ കോമൺ മാർക്കറ്റിൽ നിന്ന് ആളുകൾ കടന്നു വരും. ഒരു പക്ഷേ അത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ എണ്ണം കൂട്ടാൻ 100% പറ്റുമെന്നും നമുക്ക് വിശ്വസിക്കാം. ഏതായാലും നമുക്ക് അടുത്തതായിട്ട് നമുക്കറിയാം ഇന്ന് കമ്പനിയുടെ നല്ലൊരു പദവി ടോപ്പ് അച്ചീവർ എവിടെ പോയാലും നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം വിദ്യാഭ്യാസം ഒന്നുമല്ല, അല്ലെങ്കിൽ കുറെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റൂ എന്നുള്ളത് പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു മലപ്പുറത്തുകാരൻ അദ്ദേഹം ഈ കമ്പനിയുടെ ടോപ്പ് അച്ചീവർ ഡയമണ്ട് എന്ന പൊസിഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 5 ലക്ഷം PV മാച്ച് ചെയ്ത അതിലപ്പുറം മാച്ച് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെയൊക്കെ അഭിമാന താരമായിട്ടുള്ള നാസർ ഖാൻ ഞാൻ വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്തത്. പ്ലീസ് വെൽക്കം നാസർ സാർ. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഇപ്പോ നമ്മൾക്ക് ഇതുവരെ നമ്മൾ പറയായിരുന്നു ഫേസ് 2 വരും അല്ലെ, എല്ലാവർക്കും വരും, റെഫറൽ ലിങ്ക് വരും. ഇന്ന് ഈ സാധനം വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഫേസ് 2 ഇത് നമ്മളെ അഭിമാനമാണ്. അപ്പെക്സിന്റെ ആരെ മുന്നിലും പോയി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് കൊണ്ടാണ് നമ്മളെ കമ്പനി വന്നിരിക്കുന്നത്. ഇതാണ് കമ്പനിയുടെ പ്രൊജക്ട് ഫേസ് 2. ആരെ മുന്നിലും പറയാം. കാരണം എന്താ, ഇതിൽ നമുക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ഇന്ന് അടിച്ചവർക്ക് അറിയാം, നാളെ രാവിലെ നോക്കുമ്പോൾ കാണാം, അല്ലെങ്കിൽ നാളെ വൈകുന്നേരം നോക്കുമ്പോൾ കാണാം നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ മാനസാർ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിരുന്നാലും സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. കാരണം ഒരുപാട് പേര് വിളിച്ചോണ്ട് നിൽക്കുക, ഇതെങ്ങനെയാ അതെങ്ങനെയാ. നിങ്ങൾക്ക് ഫേസ് 2 നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈ 2 വാലറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ക്ലിയർ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫേസ് 2 സിമ്പിൾ ആക്കി തുടങ്ങാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തിട്ട് ആ എക്സ്ചേഞ്ചിൽ നമ്മൾ അപ്പെക്സ് ടോക്കൻ ട്രസ്റ്റ് വാലറ്റിലോ മെറ്റാമാസ്കിലോ കൊണ്ടുപോയി വെക്കണം. എത്ര വെക്കണ്ടേ? 50 മുതൽ എത്ര വേണമെങ്കിലും വെക്കാം. 50 അപ്പെക്സ് ടോക്കൻ 100 ചെയ്യാം, 200 ചെയ്യാം, 500 ചെയ്യാം, 1000 ചെയ്യാം, അവരവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. ഇപ്പൊ അറിയാലോ ഏകദേശം 45 സെന്റ് വിലയാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ 100 അപ്പെക്സ് ടോക്കൺ ആണെങ്കിൽ $45 വരും. ഓക്കെ, അപ്പൊ ഈ 100 അപ്പെക്സ് ടോക്കൺ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പൊ ഓരോന്നിനും ഓരോ കാണുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയണേ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ഡൗൺലോഡ് ചെയ്ത് ക്ലിയർ ആക്കി വെക്കുക. ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബിഗ് മാർട്ട് ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ബിഗ് മാർട്ടിലൊക്കെ സിമ്പിൾ KYC ആണ്.
HT.com സിമ്പിൾ ആണ് KYC. എൽ ബാങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അറിയാം. പക്ഷെ ഈ രണ്ട് എക്സ്ചേഞ്ചും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എൽ ബാങ്കിൽ KYC വേണമെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ നിങ്ങൾക്ക് കഴിയുന്ന അത്ര നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ചെയ്യാം. ഇത് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് 50, 100, 200 ഡോളറിന് വാങ്ങി ട്രസ്റ്റ് വാലറ്റിലോ മെറ്റാമാസ്കിലോ കൊണ്ടുവെക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി അതാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഗ്രൂപ്പിലൊക്കെ വന്നു ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. ആരെങ്കിലും നിങ്ങളുടെ ലീഡർ ത്രൂ നിങ്ങൾക്ക് ലിങ്ക് വന്നിട്ടുണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ലിങ്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താ, ട്രസ്റ്റ് വാലറ്റ് കയറിയിട്ട് ഡിസ്കവറി ഓപ്ഷന്റെ റൈറ്റ് സൈഡിൽ താഴെ കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ സെർച്ചിങ് മേലെ വരും. ആ സമയത്ത് നിങ്ങൾ കോപ്പി ചെയ്ത് ആ ലിങ്ക് അവിടെ ടച്ച് ചെയ്താൽ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കണക്ട് ആവും. കണക്ട് ആവുമ്പോൾ എന്താ, ട്രസ്റ്റ് ഒരുപാട് ഓപ്ഷൻ അവിടെ കാണിക്കും. നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ഏതാണ്. അപ്പൊ ആ മെറ്റാമാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൽ കണക്ട് ആയ അതോടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് അവിടെ ചോദിക്കുക, മേലെ തന്നെ ചോദിക്കും എത്രയാ ഡോളർ സ്റ്റേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ എത്ര അപ്പെക്സ് ടോക്കൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് 100, 200 എത്രയാണോ അവിടെ ഉള്ളത്, അപ്പൊ നിങ്ങൾക്ക് 100, 150, 200, 300 എത്രയാവട്ടെ, ഇനി ഒരു 150 അപ്പെക്സ് ടോക്കൺ അവിടെ സ്റ്റേക്ക് ചെയ്യും. ഉദാഹരണം ഞാൻ പറയാണ്, ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ കണക്ട് ആയി. ഇത് കണക്ട് ആകുന്ന സമയത്ത് തന്നെ 42% ബാനിങ്ങിൽ പോയി ബാക്കിയുള്ള അവിടെ ഉണ്ട്. ഓക്കെ, അതിന് പിറ്റേ ദിവസം മുതൽ 1% ചെയ്യുമ്പോൾ 1, 2, 3 കിട്ടുന്നുണ്ട്, 4, 5% ഒക്കെ ഉണ്ട്. എത്രയാണോ അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് ഡയറക്റ്റ് കയറും. ഇതിന്മേൽ 2 ബെനിഫിറ്റാണ്. ഒന്ന്, ഗ്യാസ് ഫീക്ക് പിന്നെ നിങ്ങൾ ആരോട് ചോദിക്കാൻ നിൽക്കണ്ട, ഒരു 3 തരോ 4 തരോ 5 തരോ ചോദിക്കാൻ നിൽക്കണ്ട. കാരണം ഈ കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ ഉപയോഗപ്പെടും. 1. 2, ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യേണ്ട, നേരെ ഓട്ടോമാറ്റിക് ആയിട്ട് കയറുന്നത് ട്രസ്റ്റ് വാലറ്റിലേക്കാണ്. അപ്പൊ ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾക്ക് ഡെയിലി അവിടെ അതിന്റെ പ്രോഫിറ്റ് കാണും. ഇനി നമുക്കറിയാം 365 ദിവസമാണ് നമുക്ക് പ്രോഫിറ്റ് കമ്പനി തരുന്നത്. $50 മുതൽ എത്ര പർച്ചേസ് ചെയ്യാണെങ്കിലും നമുക്ക് തരുന്നത് 365 ദിവസമാണ്. അത് കമ്പനി എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ വീക്ക് മുതൽ 225 ദിവസമാക്കി കുറച്ചു, അല്ലെ? എല്ലാവർക്കും ഒരു 220 ദിവസമായി കുറച്ച്. അങ്ങനെ 225 ദിവസമാക്കി കുറച്ച ആ ID എന്ത് ചെയ്യാം, ആ IDയുടെ താഴെ, അതായത് നമ്മൾ സൈറ്റ് ആക്ടിവേഷൻ ചെയ്തു നേരെ താഴോട്ട് പോകുമ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് അപ്പെക്സ് phase 1 ID ചോദിക്കും. ആ ID എന്ത് ചെയ്യാം, നിങ്ങൾ 225 ദിവസമാക്കിയ ID അവിടെ ID നമ്പർ അടിച്ച് സബ്മിറ്റ് ചെയ്താൽ അത് 360 ദിവസമായി. ഓക്കെ, ആ ID 360 ദിവസമായി. അപ്പൊ ചില ആൾക്കാർ 8, 10 ID അടിച്ച ആളുകളുണ്ട്. സോറി, ഒരു ട്രസ്റ്റ് വാലറ്റിന് ഒരു ID കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആകെ ശ്രദ്ധിക്കുക, ഒരുപാട് ID കണക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു അപ്പെക്സ് ഒരു ID മാത്രമേ ട്രസ്റ്റ് വാലറ്റ് ചെയ്യൂ. പിന്നെ രണ്ടാമത് ട്രസ്റ്റ് വാലറ്റ് ഇത് എടുക്കണം, രണ്ടാമത് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഒരു ട്രസ്റ്റ് വാലറ്റിന്റെ IDയിൽ ഒരെണ്ണം കണക്ട് ചെയ്യാം. ഇത് മനസ്സിലാക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നീ നാളെ 3, 4 ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ട, ട്രസ്റ്റ് വാലറ്റ് 1, ട്രസ്റ്റ് വാലറ്റ് 2, ട്രസ്റ്റ് വാലറ്റ് 3 ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ചെയ്യാം. അപ്പൊ ഒരെണ്ണത്തിൽ ഒന്ന് ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലാക്കാന്ന് ഞാൻ വിചാരിക്കും. പിന്നെ നമുക്ക് അടുത്ത പോസ്റ്റ് എന്താ ഉള്ളത്, 365 ദിവസം അത് ഓട്ടോമാറ്റിക് കൺവേർട്ട് ആയി. അതിന് കമ്പനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, 50 അപ്പെക്സ് ടോക്കനെങ്കിലും ബാൻ ചെയ്യണം എന്നുള്ളതാണ്. അതിന് 150 ഇട്ടാൽ തന്നെ എമ്പാടും. 150 എത്ര വരിക, ഇന്നത്തെ വില അനുസരിച്ച് ഒരു $65-70 വരുള്ളൂ. ഈ $70 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 150 ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ലാഭമുള്ളത്, ഇതിൽ നമുക്ക് ഡെയിലി ഈ 150 ഇതിനുള്ളതിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അത് നമുക്ക് കയറും, ആ ടോക്കന് വില ഉണ്ടാവും. ആ ടോക്കൻ നമുക്ക് ഗ്യാസ് ഗേറ്റ് ഉപയോഗിക്കാം. അതും കൂടാതെ നമ്മളെ ഈ ടോക്കന് നമ്മൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് അത് പൈസ കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിഡ്രോ എടുത്ത് വേണമെങ്കിൽ പോകാം. ഏത് പ്രിൻസിപ്പിൾ സ്റ്റേക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാം. അതിന് അവിടെ ലോക്കില്ല. പിന്നെ നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും 150 ഇടുകയാണെങ്കിൽ ആ സമയത്ത് അത് ബാൻ ചെയ്യില്ല. മനസ്സിലായി പറഞ്ഞേ? അപ്പൊ 1 ടൈമിലുള്ള ബാനിങ് എത്ര, സെയിം എമൗണ്ട് ആണെങ്കിൽ, എന്നാൽ സെയിം എമൗണ്ട് അല്ല, നമ്മൾ ഇപ്പൊ നമ്മൾ 150 ചെയ്തത്, പിന്നെ നമ്മൾ 1500 ചെയ്യുകയാണെങ്കിലോ 1350 ബാനിങ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റിയ 2 ഓപ്ഷനാണ്. ഒന്ന്, ഇപ്പൊ നമുക്ക് 45 സെന്റ് എന്ത് കിട്ടുന്നുണ്ട്, അപ്പെക്സ് ടോക്കൺ കിട്ടുന്നുണ്ട്. സുഹൃത്തെ, ഇത് ഇമ്പോർട്ടന്റ് മെസ്സേജാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇപ്പോ നിങ്ങൾക്ക് ഒരു 1000 അപ്പെക്സ് ടോക്കൺ എടുക്കണമെങ്കിൽ എത്ര വേണം, $450 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഏകദേശം ടൈമിന്.
അപ്പൊ ഈ $450 ID അപ്പെക്സ് ആക്കി സ്റ്റേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തു, നിങ്ങൾക്ക് കിട്ടി, അതിൽ 42% പോയി, ഒക്കെ റെഡിയാ. പക്ഷേ ഒരു 6 മാസം കഴിയുമ്പോൾ ഈ 45 സെന്റ് എന്നുള്ളത് $1, $2, $3 ആവുമ്പോൾ നിങ്ങൾ ഒരു വട്ടം എടുത്തു, രണ്ടാമത് കൊണ്ടിടുന്ന സമയത്ത് ഈ 1000 അപ്പെക്സ് ടോക്കന് $3000 വേണം. 3000 ആവുമ്പോഴാണ് $5 ആവുമ്പോ എത്ര വേണം? $5000 വേണം. 4.5 ലക്ഷം രൂപ. അപ്പൊ നോഡ് കട്ടി കൂട്ടി വെച്ചോളൂ. എന്താ കാരണം എന്നറിയോ? ഇപ്പം നിങ്ങൾ 1000 അപ്പെക്സ് ടോക്കന്റെ നോഡാക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10,000 ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഇത് $5ഉം $10 വരുന്ന സമയത്ത് ബാൻ ചെയ്യൂല, ബാനിങ് പോകൂല. കാരണം എന്താ? അപ്പൊ നമുക്ക് വലിയ അസറ്റ് ആയിട്ട് മാറുന്നുണ്ടാവും. എക്സാമ്പിള്, ഞാന് $15,000 ആയിരുന്നു എന്റേത്, അതിൽ 10,000 ഇപ്പൊ നിലവിലുണ്ട്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോ ഞാൻ സാമ്പത്തിക ഒരു ആവശ്യമൊന്നും നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു, അല്ലെങ്കിൽ ഞാൻ $1 ഇപ്പൊ എടുത്തു, പിന്നെ ഇത് $3-4 ആയി, അല്ലെങ്കിൽ $5 ആയി. $5 ആവുന്ന സമയത്ത് 10,000 അപ്പെക്സ് ടോക്കൺ കൊണ്ട് ഞാൻ വീണ്ടും വെക്കുമ്പോ ബാനിങ് അവിടെ അല്ല. കാരണം എന്താ? നിലവിൽ എന്റെ നോഡ് 10,000-ന്റെ അതുകൊണ്ട് എന്തില്ല, 42% അപ്പൊ അവിടെ പോകില്ല. അപ്പൊ നോഡ് കട്ടി കൂട്ടി വെച്ചോളി. ഇത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവൂല, കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒരു 6 മാസം കഴിയുമ്പോ അന്ന് നാസൊക്കെ പറഞ്ഞിനി, ഇത് നോഡ് കട്ടി കൂട്ടിയില്ല. ഇപ്പൊ നിങ്ങൾക്ക്, കാരണം എന്താ, നിങ്ങൾക്ക് വരുമാനങ്ങളൊക്കെ കൂടുതലുണ്ടാവും, നല്ല വരുമാനം വരുന്ന, വരുമാനത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷെ ഈ നോഡ് 42% പോകുമ്പോഴേ, കാരണം ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ പൈസ വേണം. ഇപ്പൊ നിങ്ങൾ 100, 50, 250 നോഡാക്കി വെച്ചു, കുറച്ച് കഴിഞ്ഞത് 5000, 10,000 ആക്കുമ്പോ $5, $2, $3 ആകുമ്പോഴേ അപ്പൊ 42% ബാനായി പോകുന്ന ഉള്ളിൽ നിന്ന് ചെറിയൊരു വേദന അങ്ങനെ വരും. എത്രയത് അന്ന് ചെയ്താൽ പോരേനോ. കാരണം ഇത് 13 സെന്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് വലിയ കുളിര് വരാത്തത്. 13 ചെയ്തിരിക്കണം. ഇപ്പൊ ഇത് 45 ആയപ്പോൾ വലിയ കുളിര് വന്നില്ല. പക്ഷെ ഇത് ചില ആൾക്കാർക്ക് പറയുമ്പോഴേ ഇത്ര ശതമാനം പോകുന്ന പറയുമ്പോൾ ഒരു അടുങ്ങറുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറയണേ, ഇത് 5ഉം 6ഉം 4ഉം 3ഉം $2 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ വരും. അപ്പൊ അതില്ലാതിരിക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കണേ. ഇപ്പൊ നിങ്ങൾക്ക് $225 225 ഡേയ്സ് നമുക്ക് ഇനി പ്രോഫിറ്റ് കിട്ടുള്ളൂ. $50 മേലേക്ക് എത്ര ID ചെയ്താലും അത് 365 ആക്കണമെങ്കിൽ ഫേസ് 2 ഒരു $150 അപ്പെക്സ് ടോക്കന്റെ ഒരു ഫേസ് സ്റ്റേക്ക് ചെയ്താൽ മതി, നോഡ് പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ എന്തുണ്ട്, ഒരു 50-60 ഒക്കെ പോയാലും 50 കറക്റ്റ് ആവും ചെയ്യും. നിങ്ങൾക്ക് 360 ദിവസം കിട്ടും ചെയ്യും. ഇത് വിഡ്രോ ചെയ്യാനുള്ള പൈസ അവിടെ ഉണ്ടാവും ചെയ്യും. 2 ബെനിഫിറ്റാ. നമ്മൾ ഇടുന്ന അപ്പെക്സിന്റെ ടോക്കന് അത് നിൽക്കുന്നിടത്തോളം വില കൂടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് കമ്പനി പോയിക്കാണ്ട് വാങ്ങുകയാണെങ്കിലും സ്പോട്ടിൽ എല്ലാം പോയിക്കാണ്ട് ടോക്കൺ വാങ്ങും, ആ ടോക്കൺ നമുക്ക് തരുന്നുണ്ട്. അതിന് വില കൂടി എല്ലാവർക്കും പൈസ കിട്ടും. ശരിയാ. ഇതിൽ അത് മാത്രമല്ല, ആ ടോക്കന് വിലയും കൂടുന്നു, പ്ലസ് ജനറേറ്റ് ചെയ്യുന്ന ടോക്കനും വില കൂടുന്നു. ഒരു വെടിക്ക് 2 പക്ഷിയാ. 2 വിധത്തിലാണ് നമുക്ക് ഫണ്ട് തരുന്നത്. ഒന്ന് വാങ്ങി വെച്ചതിന് പ്രോഫിറ്റ് ചെയ്യുന്നത്, 2 വാങ്ങി വെച്ച ടോക്കൺ ജനറേറ്റ് ചെയ്യുന്ന ടോക്കന് പൈസ തരുന്നത്. അപ്പൊ 2 ബെനിഫിറ്റാ, ഒരു ബെനിഫിറ്റ് അല്ല. കാരണം ഒരു 10,000 അപ്പെക്സ് ടോക്കനൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ട് സ്റ്റേക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എല്ലാ ടോക്കന് വില കൂടുന്ന വരുമാനം, പ്ലസ് 1-2 മാസം കൊണ്ട് ഡബിൾ ആകുന്നു. ടോക്കൺ കിട്ടിക്കൊണ്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിട്ടല്ലേ. ഓക്കെ, ഇതിനി എവിടെ നിന്നാണ് തരുന്നത്? ഇപ്പൊ നിലവിൽ നമുക്ക് എങ്ങനെയാണ് ഈ കമ്പനി 1% മുതൽ 4, 5, 3, 2 ഒക്കെ തരുന്നത്? ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഉണ്ടാവും, ഇല്ലേ? അപ്പൊ നിങ്ങൾ അപ്പെക്സ് ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യുമ്പോൾ 42% ബാൻ ചെയ്ത് പോകുന്നുണ്ട്. ഇത് എവിടുന്നാ പോണത്? ഇത് നമ്മളെടുത്തുനിന്നാണ് പോണത്. ഈ ടോക്കൺ എവിടെയാണ് കഴിയുന്നത്? എങ്ങനെ കഴിയുന്നത്? നമ്മളെ കമ്പനിക്ക് 15,000 ടോക്കൺ ഉണ്ട് 3 നെറ്റ്വർക്കിലായിട്ട്. BIP20, TRC, ERC. ഇപ്പൊ ലിസ്റ്റ് ചെയ്തേക്കുന്നത് BIP20 ആണ്. അപ്പൊ ഇവിടുന്ന് ഇടുന്നതിന്റെ ഒക്കെ ആ ബാനിങ് അത് 42% അഡ്മിനിൽ കുറയുകയും ചെയ്യും, ഉള്ള ടോക്കണിന് വില കൂടുകയും ചെയ്യും. ഓക്കെ, അത് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ 42% ഇവിടുന്ന് പോകുന്നതിന് കമ്പനിക്ക് ഫണ്ട് എത്തുകയും ചെയ്തു, പ്ലസ് അവിടെ കുറയും ചെയ്യാണ്. അപ്പൊ ഉള്ള ടോക്കന് നിലവാരം കൂടുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, കമ്പനി ഇവിടുന്ന് പൈസ എങ്ങനെ തരുന്നത്? ഇപ്പൊ നോക്കി, ഏത് കമ്പനിയിൽ ബിസിനസ് വന്നാലും, എവിടെ കയറി വന്നാലും, എങ്ങനെ വന്നാലും, ഏത് കമ്പനി ആവട്ടെ, നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ 10% ചാർജസ്, സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കമ്പനിക്കും ഉണ്ട്. നമ്മളെ കമ്പനി എന്താ എടുക്കണേ? നിങ്ങൾ 7 days കഴിഞ്ഞ് വിഡ്രോ ചെയ്യും. ആകെ പറയുന്ന നിങ്ങൾ 7 ദിവസം കഴിഞ്ഞ് വിഡ്രോ ചെയ്തോളൂ. കാരണം എന്താ? നിങ്ങൾക്ക് പൈസ പോകുന്നത്. നിങ്ങൾ 7 ദിവസത്തിന്റെ പൈസ ചെയ്യുകയാണെങ്കിൽ 20% വേണം കേട്ടോ.
ഏതാ വേണ്ടത്? അപ്പെക്സ് ടോക്കൺ ആണ് ഫസ്റ്റ്. രണ്ടാമത് എന്താ പറയണേ, നിങ്ങൾ ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്താൽ 3% പോവുകയെ, 3% പോകും. 3 അപ്പെക്സ് ടോക്കൺ അല്ല, 3% ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്താൽ പോകുന്നു. ഓക്കെ. രണ്ടാമത്. മൂന്നാമത് പറയണേ 7 days, 7 ദിവസം ഫുള്ളായി കഴിഞ്ഞിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്തോളി. അപ്പൊ എത്ര പോവുക? 3 അപ്പെക്സ് ടോക്കൺ, മാക്സിമം $1. 3 അപ്പെക്സ് ടോക്കൺ പോകും, അല്ലെങ്കിൽ $1. ഇപ്പൊ നമുക്ക് 2.something ഇപ്പൊ നമുക്ക് വിഡ്രോന് പോകുന്നുള്ളൂ അല്ലെ. ഈ ടോക്കനൊക്കെ എല്ലാ ദിവസവും ഹിസാബ് കൂട്ടിയിട്ട് കണക്ക് കൂട്ടിയിട്ട് ഓരോരുത്തരുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് അവരുടെ വാലറ്റിലേക്ക് വന്നുകൊണ്ട് ഓട്ടോമാറ്റിക് അത് ഡീസെൻട്രലൈസ്ഡ് എത്രയാണുള്ളത് അതിന്റെ ഹിസാബ് കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇതാണ് ഇപ്പൊ നിലവിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിക്ക് വലിയ പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? എവിടുന്ന തീരുന്നത്? നമ്മൾ phase 2 phase 1 നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ അത് വിഡ്രോ ചെയ്യുമ്പോൾ 1% അല്ല $1 തത്തുല്യമായ ടോക്കൺ കൊടുക്കണേ. ഇന്ത്യയിലെ 3 കൊടുക്കണേ. അർജന്റ് കുട്ടി വിഡ്രോന്ന് 7 ദിവസം നിൽക്കാൻ കഴിയില്ല ചില ആൾക്കാർക്ക്. അവരെന്ത് ചെയ്തു? അവരെ 20%. ഇത് ഇവിടെ കണക്കൂട്ടിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കുക. എന്താ കാര്യം? ഈ ഒറ്റൊരു സംഭവം കൊണ്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ആണ്, നമ്മൾക്ക് പ്രോഫിറ്റ് ആണ്, ഒരു പ്രശ്നമല്ല. അടിപൊളിയായിട്ട് ഈ ബിസിനസ് പോകുന്നു. കാരണം എന്താ? പ്രോഫിറ്റിന് പ്രോഫിറ്റും ഉണ്ട്, വിഡ്രോലിന് വിഡ്രോലും ഉണ്ട്. അവർക്ക് വേണമെങ്കിലും phase 2 വരാം. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഇല്ലേ? അപ്പൊ എന്താ, ഈ കമ്പനിക്ക് ഫീസ് ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നോക്കി, ഇത്രയും ഒരു $1000 $100 ഫീസ് കൊടുക്കാത്ത ഏതെങ്കിലും കമ്പനികൾ ഉണ്ടോ? നമ്മൾ അറിഞ്ഞോടത്തോളം കേട്ടോടത്തോളം ഇന്ന് വരെ ഫീസ് ഇല്ലാത്തണ്ടോ? ഗ്യാസ് ഫീ, അതും വളരെ തുച്ഛമായ ഗ്യാസ് ഫീ ആണ് കമ്പനി വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ആണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി എനിക്ക് ഇങ്ങോട്ട് രണ്ടാമത് പറയാനുള്ളത്, ഞാൻ 2-3 കാര്യം പറഞ്ഞ് നിർത്തുന്നതിനറിയോ? കാരണം അധികം ആരെ സമയം ഞാൻ ഏറെ എടുക്കുന്നില്ല. പിന്നെ നമുക്ക് രണ്ടാമത്, നമുക്ക് ജനുവരി 23, 24 പ്രോഗ്രാം. അപ്പൊ 23-ാം തീയതി ജനുവരിയിൽ മൈസൂർ വെച്ച പ്രോഗ്രാമില് 2 മണിക്ക് എല്ലാവരും 500 സീറ്റേ ഉള്ളൂ. 600 ആക്കരുത്. അവിടെ സീറ്റില്ല, അവിടെ റൂമുമില്ല. അതുകൊണ്ട് ആദ്യം കിട്ടുന്ന 500 പേർക്കേ ഉണ്ടാവുള്ളൂ. ഒരു കാരണവശാലും 30-ാം തീയതി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ കയറണം പറയരുത്. കാരണം ഇപ്പൊ നമ്മൾ പറക്കാട്ടിൽ നടത്തി, അതേമാതിരി മൈസൂർ നടത്തി പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഡെഡങ്ങറാവുക. കാരണം സീറ്റ് നിലവിൽ 100, 200, 200 പറയുള്ളൂ. 350 ആൾക്കാരെ വരിക. അപ്പൊ അവിടെ ഒക്കെ പാടെ കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ 500 സീറ്റിന്റെ മേലെ ഉണ്ടാവില്ല. ആദ്യം വരുന്ന 500 ആക്കേ കൊടുക്കുള്ളൂ. അതിന്റെ മേലേക്ക് ഉണ്ടാവില്ല. അത് പ്രത്യേകം പറയാം. അപ്പൊ ജനുവരി 23-ാം തീയതി 2 മണിക്ക് മൈസൂരിൽ എത്തുക. അഡ്രസ് ഗ്രൂപ്പിൽ ഉണ്ടാവും. അവിടെ നമുക്ക് അടിപൊളി പ്രോഗ്രാം ഉണ്ട്, അച്ചീവ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, എന്തൊക്കെ നടക്കുന്നത് എല്ലാം അവിടെ പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ. ഇത് ഒന്ന്. ഇതേമാതിരി ജനുവരി ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് സാർ പറഞ്ഞു, ജനുവരി മിക്കവാറും ലാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് ജനറൽ ബോഡി നടക്കുന്നുണ്ട് നമ്മുടെ കമ്പനിയുടെ അപ്പെക്സ് ടോക്കൺ, നമ്മളെ കമ്പനിയുടെ ജനറൽ ബോഡി. ഈ ബോർഡ് നടക്കുന്ന സമയത്ത് ആൾക്ക് പറഞ്ഞാലും അതിൽ കയറാൻ പറ്റും. അത് കയറണമെങ്കിൽ എന്താ പറയുക, കണ്ടീഷൻ പറഞ്ഞേക്കണേ? സിമ്പിൾ കണ്ടീഷനേ ഉള്ളൂ. $1000 ബിസിനസ്സുകൾക്ക് ആ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാം. അല്ലാതെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ആളുകൾക്കൊക്കെ ഫ്രീ ആണ് ടിക്കറ്റ്. ഒരു പ്രശ്നമല്ല. അത് ഫുള്ള് കാര്യം അവിടെ കമ്പനി പറയുന്നുണ്ടാവും. ആരൊക്കെ എന്തൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ ജനറൽ ബോഡിയിൽ അത് പങ്കെടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഒരു പേശ കൂടി പോകാനുണ്ട് തായ്ലാൻഡിലേക്ക്. അപ്പൊ അതുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പുതിയ ഇതിലേക്ക് വരാം. ഇപ്പൊ കമ്പനി ഇന്നലെ ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ തായ്ലാൻഡ് കിട്ടണമെങ്കിൽ സംഭവം എന്താ, ഇൻഡിവിജ്വൽ ആയിട്ട് $1000 ഒരാള് പിന്നെ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ പ്രോഗ്രാം കിട്ടുക. $1000 ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ പ്രോഗ്രാം കിട്ടുക. മറക്കണ്ട, ഇതാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ 30-ാം തീയതി വരെ ഉള്ളൂ നമുക്ക് നമ്മളെ പഴയ ടാർഗറ്റ്. 30-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, നമുക്കിത് കിട്ടില്ല. നമ്മളെ പഴയ മാക്സിമം ബോണസ് റാങ്കുകളൊന്നും കിട്ടില്ല. അതൊക്കെ പുതിയതിലേക്ക് വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യണം, ഈ 30-ാം തീയതി ആകുമ്പോഴത്തേനും റാങ്ക് അച്ചീവ് ചെയ്യണം. ഇല്ലെങ്കിലോ അടുത്തതിലേക്ക് പോകും. അടുത്തതിലേക്ക് പോകുമ്പോൾ കുറച്ച് കട്ടി കൂടിയിട്ടുണ്ടാവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കട്ടി കൂടിയിട്ടുണ്ടാവും. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 2 കാര്യം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഒരു ID $25,000 ആര് റഫർ കൊടുത്താൽ, റഫർ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഞാൻ പറയണേ, റഫർ കൊടുക്കുകയാണെങ്കിൽ സാർ ഫണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. അത് ആർക്കുള്ളൂ, വളരെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. ഒന്ന് $25,000 ഒരു ID വരുന്ന ആൾക്ക് മാത്രമാണ് അത് കിട്ടുന്നത്. അത് കിട്ടുന്നത് റഫർ കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. റഫറും ബൈനറിന്റെ കാര്യമില്ല പറയുന്നത്, കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട് $25,000 ഒരു ID വരുന്ന ആൾക്ക്. ഓക്കെ. അപ്പൊ 5 എണ്ണത്തിന്റെ പലതും അടിച്ചാൽ ആകില്ല, 1 ID തന്നെ വരണം. ഇതാണ് കണ്ടീഷൻ വെച്ചത്.
ഓക്കെ, ഇതാണ് ഇപ്പൊ പുതിയത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എക്സ്ചേഞ്ചുകൾ ഇപ്പൊ അലോട്ട്മെന്റ് ചെയ്യും കമ്പനി. ഈ മാസം തന്നെ നമുക്ക് പുതിയ എക്സ്ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ചൂണ്ടാനും പറയാനും 5 എക്സ്ചേഞ്ചാ. ഈ 5-ല് എൽബേക്കും ബിഗ് മാർട്ടും XC.com തന്നെ വയറ് നിറഞ്ഞു. കാരണം എന്താ, 1 മിനിറ്റ് സെക്കൻഡുകൾ കൊണ്ട് വിഡ്രോയിലും ഡെപ്പോസിറ്റ് നടക്കുന്നത്. നമ്മളൊക്കെ ഹാപ്പിയാ, നമുക്ക് വിഡ്രോ ചെയ്യാൻ ടെൻഷനില്ല, ഡെപ്പോസിറ്റ് ചെയ്യാൻ ടെൻഷനില്ല. ഇത് 2 കാര്യം നടക്കുന്നു. ഇപ്പൊ ഒന്ന് നോക്കിയേ, നമ്മൾ ടോക്കൺ വാങ്ങി വെച്ചിട്ട് 5 ഇന്ന് 12% ടോക്കന് പ്രോഫിറ്റ് ഉണ്ട്. ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം. ആരതാ? അപ്പെക്സ് ടോക്കന്റെ കാര്യം ഞാൻ പറയാം. അതേമാതിരി എല്ലാവരും സമ്പാദിക്കട്ടെ, എല്ലാവരും സ്വന്തം ട്രേഡിൽ പഠിക്കട്ടെ. ഇത് നമ്മളെ കമ്പനി സൂപ്പറായിട്ട് നിങ്ങൾ ട്രേഡിംഗ് കൂടി പഠിപ്പിച്ചേ വിടുള്ളൂ. അതുകൊണ്ടാണ് ലൈഫ് ടൈം കിട്ടുന്ന ഒരു പ്രോഗ്രാം കൊണ്ട് ഈ കമ്പനി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 കൊല്ലം കഴിഞ്ഞ ഈ ബൈനറി നിന്നാലും ഈ ഫേസ് ടു നിങ്ങൾക്ക് ലൈഫ് ടൈം തരുന്ന, നിങ്ങൾക്ക് ലൈഫ് ടൈം എന്തിനാ? നമ്മുടെ മാറ്റങ്ങളും നമുക്ക് ലൈഫ് ടൈം വരെ ഇതിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നേക്കുന്നത്. ഇതാണ് ഈ കമ്പനിയുടെ പ്രോജക്റ്റ്. ഇനി നിൽക്കണേ ഫേസ് ടു. ഇനി രണ്ടാമത് പറയാനുള്ളത് 18, 19 തീയതികൾ ഈ മാസം, അതായത് മറ്റന്നാൾ നടക്കുന്ന കുറെ ആൾക്കാർക്ക് ഉണ്ടാവും. നമുക്ക് എക്സ്പോ വരികയാണ്. എക്സ്പോയിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ വരാം. ഫേസ് ടു കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ ഫേസ് 1 അല്ല, ഫേസ് 2 ആണ്. ഫേസ് 2 പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടാവും എന്താണ് ഫേസ് 2, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ആർക്ക് കൊണ്ട്, ഇത് ലൈഫ് ടൈം കിട്ടുന്ന പരിപാടിയാണോ അല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ളത്. ഇനി പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് ബന്ധപ്പെടുക, ചോദിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു നാസർ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം ഓവർ എക്സൈറ്റ്മെന്റ് ആണ്. സത്യം പറഞ്ഞാൽ വളരെ എക്സൈറ്റ്മെന്റ് ആണ് അദ്ദേഹം. അതുകൊണ്ടാണ് പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇടയ്ക്കൊന്ന് കയറി പിന്നെ ഡേറ്റ് വരെ മാറിപ്പോയത്. കാരണം എക്സൈറ്റ്മെന്റ് അങ്ങനെയല്ല, നമുക്കറിയാമല്ലോ. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ബിസിനസ്സിൽ ഒരുപാട് തിരക്ക് പിടിച്ച വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്, നമ്മുടെ മൈസൂർ പ്രോഗ്രാം നമുക്കറിയാം, ജനുവരി എല്ലാവരും നോട്ട് 23, 24 അപ്പോൾ നമുക്കറിയാം ഈ ഡിസംബർ 31 വരെയാണ് അതിന്റെ ലാസ്റ്റ് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തത്. $1000 പേഴ്സണൽ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ 30 നമ്മുടെ 15K ആയാൽ മതി. ഓൾറെഡി 15K ആളുകളല്ല, ഓൾറെഡി ഇപ്പൊ നമുക്കറിയാം ഊട്ടി പ്രോഗ്രാമിൽ 15K ആളുകൾ അടുത്ത റാങ്ക് അപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ കമ്പനി എന്ന ഓഫർ. ഓക്കെ, പിന്നെ നമുക്കറിയാം തായ്ലാന്റ്, നെക്സ്റ്റ് ഇനി മലേഷ്യയാണ്. മലേഷ്യയിലേക്ക് നമുക്കറിയാം ഡിസംബർ 31 ആണ് എൻഡ് നമുക്ക് വരുന്നത്. അതും അവിടെ 5000 പേഴ്സണൽ, ഒരു ഐഡിയ സിംഗിൾ ഐഡിയയിൽ 5000 ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ 30K മാച്ച് ചെയ്യുന്ന ആളുകൾക്ക്. ഓക്കെ, ഇതാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ 30K ആയ ആളുകളല്ല, ഈ പുതിയ 30K ആവുന്ന ആളുകൾ കേട്ടോ. നിലവിൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ട്രിപ്പ് അനൗൺസ് ചെയ്ത ശേഷമുള്ള ആളുകൾക്കൊക്കെ. പിന്നെ നമുക്ക് 3 ഷെയർ അല്ലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആവുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം, അതിൽ കമ്പനി ടിക്കറ്റ് തരുന്നതായിരിക്കും. ഇതാണ് മലേഷ്യൻ ട്രിപ്പിന്റെ ഇത് വന്നത്. പിന്നെ നാസർക്ക് ഓർമ്മിപ്പിച്ചു, കൊച്ചിൻ സിയാസിൽ വെച്ചിട്ട് 18, 19 മണി കോൺക്ലേവ് എന്നുള്ള ഒരു നമ്മുടെ കമ്പനി നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ല അത്. ഇന്ത്യ കണ്ടിട്ട് ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള ഒരുപാട് വ്ളോഗേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന വലിയ അധികം പരസ്യങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടാവും, യൂട്യൂബിലൊക്കെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വലിയൊരു സംഭവം. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഇന്ന് നമ്മളൊക്കെ ഹാപ്പി ആണെങ്കിലും ഒരു വിഭാഗം നമുക്കറിയാം സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലാണ്. ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു കൗണ്ടർ അവിടെ ഉണ്ട്. അപ്പൊ അതിലേക്ക് കുറഞ്ഞ ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് കമ്പനിയുടെ ഡയറക്ടറായിട്ട്. അല്ലാതെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. അപ്പോ അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അവിടെ എത്തുക. അവിടെ നമുക്ക് ഫേസ് 2 ആണ്. ഫേസ് 2 ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അവിടെ മാക്സിമം ആളുകളെ റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ഇതിനെ പറ്റി പറഞ്ഞു. ഓക്കെ, എന്താ പറയാ, ഫേസ് 2ന്റെ കുറച്ച് കാര്യങ്ങൾ നാസർക്ക് പറഞ്ഞു. അപ്പൊ അതില് നമ്മൾ എല്ലാ ആളുകളും നമ്മൾ എന്താ ചെയ്യാ, നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് നമുക്കറിയാം ഫേസ് 1നേക്കാൾ ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിലൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ലൈഫ് ലോങ് നമുക്ക് അത് സാറ്റർഡേ സൺഡേ ലീവ് ഒന്നുമില്ല, എവരി ഡേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സംഭവമാണ്. ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം കമ്പനി വന്ന റെഫറൽ 1% ആണ്. 1% എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾ 1000 ഡെയിലി 1000 അപ്പർ സ്റ്റോക്കിനാണ് ഏൺ ചെയ്യുന്നത് കൂട്ടിക്കോളും. അപ്പൊ അദ്ദേഹത്തിന് റിവാർഡ് ആയി കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ 1% 10 അപ്പർ സ്റ്റോക്ക് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്കൊരു 100 റെഫറൽ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണമെങ്കിൽ. അപ്പോൾ സർക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മുന്നിലൂടെ 7 സെന്റും 8 സെന്റും 10 സെന്റും 13 സെന്റും നമ്മുടെ സൈറ്റിലൂടെ ഒക്കെ വാങ്ങാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 45 സെന്റ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം 40 സെന്റിൽ നിൽക്കുന്നത്. ഇപ്പൊ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ മറ്റന്നാളത്തെ പ്രോഗ്രാം കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയും റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ കടന്നു വരാൻ 100% സാധ്യത ഉള്ള ഒരു സെഷനും കൂടി ആയിരിക്കും അത്. അതിനേക്കാൾ വലുത്
ഫേസ് 2 നമുക്കറിയാം ഒരാൾക്ക് ലോസ് വരാത്ത അല്ലെങ്കിൽ വളരെയധികം നമുക്കറിയാലോ ഇപ്പൊ മറ്റേതാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പൈസ പോവുക കമ്പനി പൂട്ടുക എന്നൊക്കെ ആയിരിക്കും. ഇവിടെ 100% നമ്മുടെ കൺട്രോളിലാണ് നമ്മൾ ഫേസ് 2 ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാലറ്റിൽ എടുക്കുന്ന സാധനം നമുക്ക് ഏത് സെക്കൻഡിൽ എടുത്തിട്ട് വിട്ട് ചെയ്യാം, പൈസ ആക്കാം. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു ശരി ട്രേഡിംഗ് അറിയുന്ന ആളുകളാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വന്ന ശേഷം അദ്ദേഹത്തിന് കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് അതിലും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ആ ടൈം ആകുമ്പോൾ അവിടെ ആ സാധനം എത്തിച്ചാൽ മതി. അപ്പോൾ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. തീർച്ചയായിട്ടും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എല്ലാ ആളുകളും ഈ പറഞ്ഞ അച്ചീവ്മെന്റും അതുപോലെ തന്നെ കാർ ഫണ്ട് ഒക്കെ വളരെ ഈസിയാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം റെഫറൽ അല്ലാതെ 10% നമുക്ക് കാർ ഫണ്ട് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെല്ലാ ആളുകളും ഫേസ് 2 നിർബന്ധമായിട്ടും നിങ്ങൾ എത്തുക. ഇപ്പൊ നിങ്ങൾ ആവാത്ത ആളുകൾ നിങ്ങളുടെ സ്പോൺസറുടെ ലിങ്ക് വാങ്ങിയിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ട് ഫേസ് 2 കിടക്കുക. ഓക്കെ, ഇന്നത്തെ സൂമിലേക്ക് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഇന്നത്തെ രാത്രി വളരെയധികം ഹോപ്പ്ഫുൾ ആയിട്ടും അതേപോലെ തന്നെ നമുക്കറിയാം വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒരു ജീവിതത്തിൽ 6 മാസം കൊണ്ട് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റാത്ത അഭിവൃദ്ധിയും അസറ്റും ഉണ്ടാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ്.